ഇന്നത്തേത് ഒരു ഫ്രണ്ട്സ് മീറ്റപ്പിൻ്റെ സ്റ്റോറിയാണ് കേട്ടോ. ശരിക്കും ഇപ്പം എൻ്റെ ലൈഫ് മൊത്തം ഒരു മോഡാണ്. ബേബി, വീട്, റൊട്ടീന്. ഞാൻ ഇങ്ങനെയൊക്കെ നടക്കുമെങ്കിലും ഉണ്ടല്ലോ, മൈൻഡ് നല്ല ടയേർഡാണ്. സ്ട്രെസ് എനിക്ക് സ്ലോലി ബിൽഡ് ആവുന്നുണ്ട്. അത് നമ്മൾ നോട്ടീസ് ചെയ്തില്ലെങ്കിലും അത് ബിൽഡ് ആവുന്നുണ്ട്. ശരിക്കും ഞാൻ എത്ര പ്രാവശ്യം ആഗ്രഹിച്ചിട്ടുണ്ടെന്നറിയാവോ, ഒന്ന് പുറത്തൊക്കെ പോയാലോ, ഒരു ബ്രേക്ക് എടുത്താലോ എന്നൊക്കെ. പക്ഷെ പിന്നോർക്കും ബേബി, റെസ്പോൺസിബിലിറ്റീസ്, ടൈമില്ല, എനർജി ഇല്ല. അങ്ങനെ നമ്മൾ തന്നെ നമ്മളെ അങ്ങ് സ്റ്റോപ്പ് ചെയ്യും. സത്യം പറഞ്ഞാൽ ഈ അവസരമൊന്നും നമ്മൾ തന്നെ ഉണ്ടാക്കിയില്ലെങ്കിലോ നമുക്കിങ്ങനെ സ്ട്രെസ്ഡ് ആയിട്ട് തന്നെ ഇരിക്കേണ്ടി വരും. നോബഡി ഈസ് ഗോയിങ് ടു കം ആൻഡ് സേ കം ടേക്ക് എ ബ്രേക്ക് നമുക്ക് വേണ്ടി. ഇന്നത്തെ മീറ്റപ്പ് അതുപോലെ തന്നെയാണ്. ലോങ് ടൈം കഴിഞ്ഞ് എൻ്റെ ഒരു 2 ഗേൾസിനെ ഞാൻ കണ്ടപ്പോൾ എനിക്കൊരു ഡിഫറെൻറ്റ് എനർജി കേട്ടോ കിട്ടിയത്. ഈ സ്റ്റേക്കേഷൻ എന്നൊക്കെ പറയുമ്പോൾ ലക്ഷറി ഒന്നും വേണ്ട, ബിഗ് പ്ലാൻസ് ഒന്നും വേണ്ട, ജസ്റ്റ് ഗുഡ് കമ്പനി, കംഫർട്ടബിൾ സൈലൻസ്, പിന്നെ നോൺ സ്റ്റോപ്പ് ടോക്സ്, ഗോസിപ്സ്. എൻ്റെ ദൈവമേ, ബേബിയുടെ കാര്യങ്ങൾ മുതൽ നമ്മുടെ ലൈഫിലുള്ള എല്ലാ ടോപ്പിക്സും ഞങ്ങൾ കവർ ചെയ്തു. ലാഫിങ് സോ ഹാർഡ്. പിന്നെ നമ്മൾ എന്തൊക്കെയാണ് പറയുന്നതെന്ന് പോലും നമുക്കറിയത്തില്ല. ഈ ലേറ്റ് നൈറ്റ് ടോക്സ് ഒക്കെ ഇല്ലയോ, ആ ടൈമിൽ നമുക്ക് നോ റെസ്പോൺസിബിലിറ്റീസ്, നോ റോൾസ്, ജസ്റ്റ് അസ്. അങ്ങനെ ഇരിക്കുമ്പോൾ ശരിക്കും എൻ്റെ ഹോസ്റ്റൽ ഡേയ്സൊക്കെ എനിക്ക് ശരിക്കും മിസ്സായി. ആ ഹാപ്പി ഡേയ്സിൽ കെയർ ഫ്രീ നൈറ്റ്സ്, റാൻഡം ടോക്സ്, ലേറ്റ് നൈറ്റ് ഔട്ടിങ്സ്, യൂസ്ലെസ് ടോക്സ്, ഞാൻ അതെല്ലാം ശരിക്കും മിസ് ചെയ്യുന്നുണ്ട്. ഇപ്പം ലൈഫ് മെച്യൂറായി, റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്, മോമായി. പക്ഷെ അതിൻ്റെ ഇടയിലും ആ ഓൾഡ് വേർഷൻ ഓഫ് മീ ഇല്ലേ, അതെവിടേക്കോ ഉണ്ട്. ഇന്നത്തെ മീറ്റപ്പ് ശരിക്കും ആ വേർഷനെ ഒന്ന് ടച്ച് ചെയ്ത് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഞാൻ റിലാക്സായി, ഹാർട്ട് ലൈറ്റായി, മൈൻഡ് കാമായി. ഇതൊരു റിമൈൻഡറാണ് ശരിക്കും. നമ്മളും നമ്മുടെ ലൈഫിൽ ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ള റിമൈൻഡർ. ഈ ഫ്രണ്ട്സില്ലേ, നമ്മുടെ ഫാമിലിയായിട്ട് ഫീൽ ചെയ്യുന്നത്, അത് നമ്മുടെ ബിഗസ്റ്റ് ഒരു സ്ട്രെസ് റിലീവേഴ്സാണ്. ലൈഫ് ബിസി ആകുമ്പോൾ നമ്മൾ നമ്മളെ തന്നെ മറക്കരുതല്ലോ.